പാലക്കാട് മണ്ണാർക്കാടാണ് മഴയിൽ വീട് തകർന്ന വയോധിക മരിച്ചത്. ഇക്ബാൽ അറക്കൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? അപകടവേളയിൽ പാത്തുമ്മ ബി മാത്രമായിരുന്നോ വീട്ടിൽ? ഇന്ന് രാവിലെ 10:30 മണിയോട് കൂടിയാണ് മണ്ണാർക്കാട് തെങ്കരയിൽ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത്. തെങ്കര മണലടി സ്വദേശിയായിട്ടുള്ള പാത്തുമ്മ ബിയാണ് ഇത്തരത്തിൽ വീട് തകർന്ന് വീട് മരണപ്പെട്ടിട്ടുള്ളത്. പാത്തുമ്മ ബിക്ക് ഒരു ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ ഈ മണലടിയുള്ള വീട്ടിൽ നിന്നും പാത്തുമ്മ ബിയും മകളും മാറി താമസിച്ചിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ വീട്ടിലേക്ക് പരിശോധിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു പാത്തുമ്മ ബി. ഈ സമയത്താണ് മഴയിൽ കുതിർന്ന് നിന്നിരുന്ന ഒരു ചുമര് പാത്തുമ്മ ബിയുടെ ശരീരത്തിലേക്ക് വീഴുന്നത്. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വീടിൻ്റെ ഒരു ഭാഗം നേരത്തെ തന്നെ പൊളിച്ചിരുന്നു. ശക്തമായ മഴ പെയ്തോടെ മറുവശം പാത്തുമ്മ ബിയുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ പാത്തുമ്മ ബിയുടെ മൃതദേഹമുള്ളത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ്. 80 വയസ്സുകാരിയാണ് പാത്തുമ്മ ബി. ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ വീടിൻ്റെ പകുതി ഭാഗം ആദ്യം തന്നെ പൊളിച്ചു നീക്കിയത്. പിന്നീട് മറ്റ് മറുവശത്ത് ഈ വീടിൻ്റെ നിർമ്മാണ പുരോഗതി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇന്ന് രാവിലെയോടുകൂടി എത്തിയതായിരുന്നു പാത്തുമ്മ ബി. ഇതിനിടയിലാണ് ഈ വീട് തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ആ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പാത്തുമ്മ ബിയുടെ ജീവൻ നഷ്ടമായിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവരുമായി നാട്ടുകാർ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹമുള്ളത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ്. മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വെച്ച് ഉണ്ടാകുന്നത്. തെങ്കര മണലടിയിലെ ലക്ഷം വീട് കോളനിയിലാണ് പാത്തുമ്മ ബി താമസിച്ചിരുന്ന. ആ വീട് നേരത്തെ താമസിച്ചിരുന്ന വീട് പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മാറുകയായിരുന്നു. ആ സമയത്ത് പിന്നീട് ഈ നിർമ്മാണം നോക്കാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാവുകയും 80 വയസ്സുകാരിയായ പാത്തുമ്മ ബിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സുജയ.